ബാബരി മസ്ജിദ് പോലത്തെ ഒരു പള്ളി കണ്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് യാത്ര നിർത്തി. പെട്ടെന്ന് എനിക്ക് ആ ഓർമ്മകളാണ് വന്നത്. ബാബരിൻ്റെ അതേപോലെ ഉണ്ട്. ഈ പള്ളിയുടെ പഴമ നിലനിർത്താൻ വേണ്ടി നാട്ടുകാർ പുതുക്കി പണിയുന്നില്ല, പെയിൻ്റൊന്നും അടിക്കുന്നില്ല, അതേപോലെ നിലനിർത്തിക്കാണ്. കാണുമ്പോൾ തന്നെ ഒരു പഴയ ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ചരിത്രം അന്വേഷിച്ചപ്പോൾ മുഗൾ നവാബ് ഷാഹിൻ ഷാ ചക്രവർത്തിയുടെ മുഗളന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയ പള്ളിയാണ്. അന്ന് അവരിങ്ങനെ കീഴടക്കി വന്ന് ആസാമിലെത്തിയപ്പോൾ, ഇത് ആസാമിൻ്റെ തുടക്ക ഭാഗമാണ്, ആസാമിലെത്തിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്. പിന്നെ ബ്രഹ്മപുത്ര ഉള്ളത് കാരണം അവർ ഇവിടുന്ന് അങ്ങോട്ട് അധികം കീഴടക്കി പോയില്ല. അന്നത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി കൊടുത്ത പള്ളിയാണ്. ഇപ്പോഴും ഇവിടെ ദറസും കാര്യങ്ങളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്, ഖുർആൻ പഠനവും കാര്യങ്ങളും. പിന്നെ ഇവിടുത്തെ ഒരു ഹൗള് നമുക്ക് കാണാം, വളരെ സുന്ദരമായ ഒരു ഹൗള്, പഴയ രീതിയിലുള്ള വെള്ളം നിറച്ച് വെക്കാൻ പറ്റിയ ഒരു കുളം മോഡൽ. പിന്നെ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ സമയം വൈകിയത് കാരണം പള്ളി തുറന്നിട്ടില്ല. നിസ്കാര സമയങ്ങളിൽ ഇത് തുറക്കാറുണ്ടെന്നും ആളുകൾ വന്ന് നിസ്കരിക്കാറ് ഇപ്പോഴും പഴയതുപോലെ നടന്നു പോകുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വെറൈറ്റി അറിവുകളുമായി വീണ്ടും കാണാം. ഓക്കെ, ജസാക്കല്ലാ, അസ്സലാമു അലൈക്കും. ഇവിടെ സലാം കൊടുക്കുമ്പോൾ 2 കൈയും കൊടുക്കണം കേട്ടോ. ഓക്കെ.